ഞാൻ ഈ പാതി മയക്കത്തിൽ പാതിരാത്രി എഴുന്നേറ്റ് പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? ഇല്ലല്ലോ, പറഞ്ഞുതരാം. എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അങ്ങനത്തെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലാട്ടോ ഞാൻ വർക്ക് ചെയ്യുന്നത്. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാലും ഇപ്പോൾ കോൾ വരുമോ അങ്ങനെ കാത്തിരിക്കേണ്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഏറെക്കുറെ അങ്ങനത്തെ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അതെ, കാർഡിയോളജി, കാത്ത് ലാബ് സ്റ്റാഫാണ് കേട്ടോ ഞാൻ. എപ്പോഴാണ് അറ്റാക്ക് വരിക അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് നേരത്തെ പറയാനും ചിന്തിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ എപ്പോഴാണോ വരുന്നത് അപ്പോൾ അവർ ഓടി വരും. അപ്പോൾ നമ്മളും ഓടി ചെല്ലണം. നമ്മളുടെ വരവും കാത്തൊരു ജീവനാണ് അവിടെ കാത്തിരിക്കുന്നത്. ഇപ്പോൾ മലബാറിൽ തന്നെ നല്ലൊരു കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് നമുക്കുള്ളത് കൊണ്ട് തന്നെ കേസും നന്നായിട്ട് കൂടുതലുണ്ട്. രാത്രി 11:45 കേട്ടോ ഞാൻ വന്നത്. നല്ല ഡോക്ടേഴ്സും സേവനങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഗോതിയിലേക്ക് കടക്കുകയാണ് കേട്ടോ. എപ്പോഴാണ് കഴിയുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. ഞാനിപ്പോൾ കയറിയേ ഉള്ളൂ. ഏകദേശം 12 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് പോയിട്ട് വേണം ഉറങ്ങാൻ. ഇതാണ് എൻ്റെ ഗോത. അപ്പോൾ കഴിഞ്ഞിറങ്ങിയപ്പോൾ കണ്ടോ ഗൈസ്, 2 മണി കഴിഞ്ഞ് 2:15 കേട്ടോ. ഇനിയിപ്പോൾ ഉറക്കമൊക്കെ കണക്കായിരിക്കും. വീട്ടിലെത്തിയിട്ട് വേണം ഒന്ന് ഉറങ്ങാൻ ശ്രമിക്കണം. കണ്ടോ, ഒരു പൂച്ചക്കുഞ്ഞ് പോലും ഇല്ല, ഒന്നുമില്ല. എന്നെയും കാത്ത് എൻ്റെ മയിൽവാഹനം മാത്രം കാത്തിരിക്കുന്നു. വേറെ ഒന്നുമില്ല. റോഡൊക്കെ വിജനമായിരുന്നു. വിജനം എന്ന് വെച്ചാൽ എന്താണോ അങ്ങനെ ഒരു വാക്ക് പണ്ടാരോ പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്കതിൻ്റെ അർത്ഥമൊന്നും അറിയില്ല. എന്നെയും കാത്ത് ഒരാൾ ഉറങ്ങാതെ കാത്തിരിക്കും കേട്ടോ. അതിനിപ്പോൾ എപ്പോഴായാലും ഞാൻ പ്രൈമറി കഴിഞ്ഞ് വരുന്നതും കാത്തിരിക്കും. പാവം കിടന്നിട്ട് എന്താ പറയുക, കിടക്കപ്പായിന്ന് എഴുന്നേറ്റ് വന്ന് നിൽക്കുന്ന രൂപ അത് കണ്ടോ. ഞാൻ വീട്ടിലെത്തിയപ്പോൾ 2:20 ഗൈസ്. അപ്പോൾ എനിക്ക് ചെറിയൊരു വിശപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ജലദോഷമൊക്കെ ഉള്ള കാരണം വായിക്ക് വലിയ രുചിയൊന്നും അറിഞ്ഞില്ല. എന്നാൽ ഞാനൊരു മുട്ട ഓംലെറ്റ് ആക്കി തിന്ന് വന്നപ്പോഴത്തേന് 2:45 അപ്പോൾ എന്നാൽ തുറക്കമൊക്കെ കണക്കായിരിക്കും. ഇനിയിപ്പോൾ അപ്പൂസ് നല്ല മൂരി ഉറങ്ങുന്ന പോലെ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങും കേട്ടോ. ഞാൻ നോക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് ഭയങ്കര കൊതി വന്നു. ഞാനും കിടന്നുറങ്ങി.